പണിമുടക്ക്, ഹർത്താല് അല്ലെങ്കിൽ ബന്ദ് ഇവയെല്ലാം വരുമ്പോൾ അവശ്യ സർവീസുകൾ ഒഴിവാക്കും. എന്ത്? പത്രം, പാല്, മറ്റ് മെഡിക്കൽ സർവീസുകളെല്ലാം. ശരി, സമ്മതിച്ചു. പത്രം വേണം, മെഡിക്കൽ സർവീസുകൾ വേണം, എല്ലാം വേണം. പക്ഷേ എപ്പോഴും സംശയമാവുന്നത്, എന്തിനാണ് പാല് അവശ്യ സർവീസിൽ പെടുത്തിയിട്ട് ഹർത്താലിൽ നിന്ന് ഒഴിവാക്കുന്നത്? ഒരു ദിവസം പാല് കുടിച്ചില്ല എന്ന് വെച്ചിട്ട് വല്ല പ്രശ്നമുണ്ടോ? ഒരു ദിവസം കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ കുടിച്ചെന്ന് വെച്ചിട്ട് വല്ല പ്രശ്നമുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ നമ്മുടെ പച്ചക്കറികളും അരിയും വിൽക്കുന്ന കടകൾ അത് അടച്ചിടും. എന്നിട്ട് പാല് വിൽക്കാമെന്ന് പറയും. പാലിനേക്കാളും എത്രയോ ഇമ്പോർട്ടൻ്റ് അല്ലേ പച്ചക്കറിയും അരിയും? അപ്പൊ അതല്ലേ ശരിക്ക് ഹർത്താലോ പണിമുടക്കോ അല്ലെങ്കിൽ ബന്ധോ പോലുള്ളവ വരുമ്പോൾ ഒഴിവാക്കേണ്ടത്? അങ്ങനെ അരിയും പച്ചക്കറിയും വിൽക്കുന്ന കടകൾ തുറക്കൂ. പാല് ഒരാവശ്യമാണോ? ആവശ്യമാണ്. പക്ഷെ ഒരു ദിവസം ഒഴിവായി എന്ന് വെച്ചിട്ട് പ്രശ്നമില്ല. പക്ഷെ പെട്ടെന്ന് ഒരു വീട്ടില് പച്ചക്കറി ഇല്ലെങ്കിൽ, പെട്ടെന്ന് അരി തീർന്നത് അന്നാണ് ശ്രദ്ധയിൽപ്പെടുന്നതെങ്കിൽ അവർക്ക് വേണ്ടത് ഇതെല്ലാം വിൽക്കുന്ന കടകളല്ലേ? ഇതൊരു ചോദ്യമാണ്. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇനിയും ഹർത്താലുകളോ പണിമുടക്കുകളോ നടത്തുകയാണെങ്കിൽ, നടത്തേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ, പണിമുടക്കിനോട് യോജിക്കുന്നില്ല, എന്നാലും ഒരു മാറ്റം വേണ്ടേ? അങ്ങനെ ഒരു മാറ്റം ഈ ഒരു രംഗത്തും കൊണ്ടുവരും. ഹർത്താലിനോട് യോജിക്കുന്നില്ല, പക്ഷെ അഥവാ നടത്തുകയാണെങ്കിൽ പാലുൽപ്പന്നങ്ങൾ നിങ്ങൾ അവശ്യ സർവീസായി പരിഗണിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ പച്ചക്കറിയും അരിയും അവശ്യ സർവീസുകളാണ് എന്ന് കണ്ട് അവയെയും ദയവായി പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുക. നന്ദി, നമസ്കാരം.